അതായത് ഇനിയൊരു പക്ഷേ നാളെ ഞാൻ മരിച്ചു പോവും. കാരണം എൻ്റെ മേജർ സർജറിയാണ്, ഉറപ്പില്ല. അപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റി. ഇനി നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ, അത് കാരണം നമ്മൾ ഇതൊരു മരണമൊഴിയായിട്ട് രേഖപ്പെടുത്താം. ഇതൊരു മരണമൊഴി. മറ്റൊരു പോലീസ് മർദ്ദനത്തിന്റെ കഥ കൂടി വെളിച്ചത്ത് വരികയാണ്. അന്തിക്കാട് SI ആയിരുന്ന അരിസ്റ്റോട്ടിലിൽ നിന്നും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നാണ് അഖിൽ യേശുദാസ് എന്ന യുവാവ് ആരോപിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്തിനായിരുന്നു? സെപ്റ്റംബർ 2024 30 ഈ സംഭവം ഉണ്ടാകുന്നത്. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിപ്പിക്കുകയാണ് മഹേഷ് എന്ന് പറഞ്ഞ സാറ്. അതായത് എൻ്റെ വണ്ടി ഏതൊരു ബൈക്കുകാരൻ ഇടിച്ചിട്ട് ഞാൻ നിർത്താണ്ട് പോയി എന്നായിരുന്നു എൻ്റെ പേരിലുള്ള ആരോപണം. അപ്പോൾ ഞാൻ അത് നിഷേധിച്ചു, കാരണം എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അപ്പനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി. ഞാൻ പറയണം എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല എന്ന് പറയണം. അപ്പോൾ മഹേഷ് എന്ന് പറഞ്ഞ സാറ് പറയണത് ഇത് 2500 ഇവിടെ കേസുള്ളൂ, എന്നോട് സമ്മതിക്കാൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ നീ SI യോട് സംസാരിച്ചതുകൊണ്ട് നമ്മൾ SI യോട് പോയി സംസാരിക്കണം. അപ്പോൾ എൻ്റെ അപ്പനെ ഞാൻ അനുകൂലമായിട്ട് SI യോട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ എൻ്റെ അപ്പനെ അദ്ദേഹം തെറി പറയുന്നു. പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ IPC പഠിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെകിടത്ത് നോക്കി, എൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെകിടത്ത് നോക്കി ഒറ്റയടി. പിന്നെ എൻ്റെ മൊബൈലും അതുപോലെ തന്നെ വണ്ടിയുടെ ചാവിയും ബലമായിട്ട് പിടിച്ച് വാങ്ങിച്ചിട്ട് നിൻ്റെ അമ്മേനെ എനിക്ക് വേണം, അതുപോലെ പെങ്ങളെ വേണം, അപ്പോൾ നിൻ്റെ വണ്ടി ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ അടി. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ റെസിസ്റ്റ് ചെയ്ത് എൻ്റെ കൈമൊരു റിങ് ഉണ്ടായിരുന്നു. ആ റിങ് കൊണ്ട് അയാളുടെ മൂക്ക് ഇഞ്ചേർഡായി. അങ്ങനെ അപ്പോൾ SI നെ മർദ്ദിച്ച പോലെയായിട്ട് കേസാക്കി തീർത്തിട്ട് ഒരുപാട് പോലീസുകാർ എന്നെ ഒരു 4-4.5 മണിക്കൂർ നേരം ലോക്കലിട്ട് മർദ്ദിച്ചു. സ്റ്റേഷന് പുറത്തും ഉള്ളിലിട്ട് മർദ്ദിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് CPO വിനോദാണ്. അദ്ദേഹം സ്റ്റേഷനിലിരിക്കുന്ന സമയത്ത് ഡ്രങ്കണായിരുന്നു, അതുപോലെ തന്നെ സിവിൽ ഡ്രസ്സിലായിരുന്നു. വിലം കിട്ടിട്ടായിരുന്നു തന്നെ അടിക്കേണ്ടായിരുന്നത്. എൻ്റെ 2 കൈയും ബാക്കിലേക്ക് കെട്ടി നടുമ്പുറത്തൊക്കെ ഒരുപാട് മർദ്ദിച്ചു. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ മീഡിയയ്ക്ക് തരാവുന്നതാണ്. പിന്നെ ആരോഗ്യം എങ്ങനെയാണ്? ആരോഗ്യത്തിന് അപ്പോൾ നാളെ സർജറിക്ക് വേണ്ടിയിട്ടാണ്. ആ ഇടി കിട്ടിയതിന് ശേഷം എനിക്ക് എപ്പോഴും ശ്വാസമുട്ട്, അതുപോലെ തന്നെ ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇവിടെ വീക്കം, നീര് വന്ന് വീണു, ശ്വാസകോശത്തിൽ ഇഞ്ചുറി, സ്പൈനൽ കോഡിൽ ഡിസ്ക് ബൾജ്, ഇതൊക്കെ ആയിട്ട് എനിക്ക് വണ്ടി ഓടാനും കാര്യങ്ങൾ എൻ്റെ കുടുംബം നോക്കണമെന്ന് പറ്റുന്നില്ല. കുടുംബജീവിതം താറുമാറായല്ലേ? കുടുംബജീവിതം താറുമാറായി. എൻ്റെ മകനെ അവർ തല്ലിച്ചതച്ച് ഓരോ ആസ്പത്രികളിലും മാറി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. സത്രത്തിലും പിന്നെ അന്തിക്കാട് പുത്തൻപീടികയിൽ 2 മാസത്തോളം ചികിത്സയിൽ ആയുർവേദം. പിന്നെ ഇപ്പോൾ അത് കോപ്പറേറ്റീവിൽ ഒരു 5 ദിവസം അഡ്മിറ്റായി. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ശ്വാസകോശത്തിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായിട്ട് ഇപ്പോൾ അതിൻ്റെ സർജറിക്കാണ്, മേജർ സർജറി എന്ന് പറഞ്ഞത്. ഭാര്യ വിട്ടുപോയി? ഭാര്യ വിട്ടുപോയി. അതായത് ഇപ്പോൾ ഒരു നിത്യരോഗിയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇനി ഇക്കാര്യത്തിൽ പരാതി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, പരാതി എന്തെങ്കിലും കൊടുക്കേണ്ടിരിക്കുന്നു. അതായത് നമ്മൾ വക്കീലിനെ കണ്ട് വക്കീലിനെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളും ആയിട്ട് വക്കീലുണ്ട്. പോലീസ് കേസെടുക്കും. ഇവനെ മർദ്ദിച്ച രേഖകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അവരിനി അത് ഇതാക്കി കളയുമെന്ന് നമുക്കറിയില്ല. പോലീസുകാർ കുറേ മർദ്ദിച്ചിട്ടുണ്ട് എല്ലാവരും. ഇവന് എല്ലാ പോലീസുകാരും പേരറിയില്ല. അവിടെ ഉണ്ടായിരുന്ന അന്ന് സെപ്റ്റംബർ 30 2024 സെപ്റ്റംബർ 30 അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഒരുവിധം എല്ലാവരും ഇവനെ മാറി മർദ്ദിച്ചിട്ടുണ്ട്. പോലീസിനെതിരെ കേസ് കൊടുക്കുന്നതാണ് പറയുന്നത്. പോലീസിനെതിരെ കേസ് കൊടുക്കണം, എന്നെ മർദ്ദിച്ച ആൾക്കാർക്കെതിരെ. അല്ല, ഇതേപോലെ ഇത്ര വൈകി ഇത് പറയാൻ കാരണം എന്താ? അതായത് ഇനിയൊരു പക്ഷേ നാളെ ഞാൻ മരിച്ചു പോവും. കാരണം എൻ്റെ മേജർ സർജറിയാണ്, ഉറപ്പില്ല. അപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റി. ഇനി നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ, അത് കാരണം നമ്മൾ ഇതൊരു മരണമൊഴിയായിട്ട് രേഖപ്പെടുത്താം. ഇതൊരു മരണമൊഴിയായിട്ട് രേഖപ്പെടുത്താമെന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. എന്തായാലും ഒരുപാട് ശാരീരിക അവശതകളും മാനസിക അവശതകളും അഖിലിനുണ്ട്. മറ്റൊരു പോലീസ് മർദ്ദനത്തിൻ്റെ കാര്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പ്രശ്നം, മീഡിയ 1.